വീണയ്ക്കും മുഖ്യനും തൈക്കണ്ടി കുടുംബത്തിനുമെല്ലാം ഇന്ന് നിർണായക ദിവസമാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജി കമ്പനി സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് കർണാടക ഹൈക്കോടതി ഇടക്കാല വിധി പുറപ്പെടുവിക്കാനിരിക്കെ വീണ വിജയനൊപ്പം CPM-നും നെഞ്ചെടുപ്പ് വർദ്ധിക്കുകയാണ്. വീണയ്ക്കെതിരെ അന്വേഷണം തുടരാനാണ് വിധിയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് CPM കടുത്ത സമ്മർദ്ദത്തിലാകും. മുഖ്യമന്ത്രിയെയും മകളെയും ന്യായീകരിക്കാൻ തയ്യാറാക്കിയ ക്യാപ്സ്യൂളുകൾ ഒന്നും തന്നെ പോരാതെ വരുന്ന അവസ്ഥയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മാസപ്പടി വിവാദം തലവേദന സൃഷ്ടിക്കുന്നത് തൈക്കണ്ടി കുടുംബത്തിൽ മാത്രമല്ല, CPM-ന്റെ താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയാണ്. കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധേയയായി നിൽക്കുന്ന പ്രധാനി. അതിനാൽ തന്നെ ഇടക്കാല വിധി വീണയ്ക്ക് നിർണായകമാണ്. കമ്പനികാര്യ നിയമത്തിലെ ചട്ടം 210 പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ പൂർണ്ണമായി സഹകരിച്ചിട്ടും അതേ നിയമത്തിലെ ചട്ടം 212 പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ലെന്നാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം. അതേസമയം ROC അന്വേഷണ റിപ്പോർട്ടിലടക്കമുള്ളതാകട്ടെ വീണയുടെ കമ്പനിയുടെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തുന്നത്. രണ്ട് സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നത് എന്ന് പോലും അറിയില്ലെന്നാണ് വീണയുടെ കമ്പനിയുടെ പ്രധാന വാദം. അങ്ങനെയെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കില്ല. SFIO പോലെ ഒരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRLന്റെ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് CMRL വഴി 135 കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിലും വ്യക്തമായിട്ടുണ്ട്. അതിൽ 1.72 കോടി രൂപ വീണ വിജയന്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവുണ്ട്. വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയിലുള്ള ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ SFIO പോലുള്ള സംവിധാനം ആവശ്യമായതിനാലാണ് അന്വേഷണത്തിലേക്ക് നീങ്ങിയതെന്നും ASG വാദിച്ചു. വാദങ്ങൾ വിശദമായി കേട്ട കോടതി SFIO ചോദിച്ച രേഖകൾ നൽകാനും അന്വേഷണവുമായി സഹകരിക്കാനും എക്സാലോജിക്കിന് നിർദ്ദേശം നൽകിയിരുന്നു. കേസിൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങരുതെന്ന് SFIOയ്ക്കും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ 3 ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ്, രജിസ്ട്രാർ ഓഫ് കമ്പനി, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ഈ 3 അന്വേഷണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. SFIO അന്വേഷണം കോടതി സ്റ്റേ ചെയ്യുമോ എന്നതാണ് നിലവിൽ ഉയരുന്ന ചോദ്യം. അതേസമയം വിധി മറിച്ചായാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പുകളും റെഡിയാണ്. പിണറായി വിജയന്റെ ക്വിക്ക് റെസ്പോൺസ് ടീം ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമായി കൂടി CPM ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിധിയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് വരാനിരിക്കുന്നത്.